പാലക്കാട് കഞ്ചിക്കോട് ഐസക് വർഗീസ് ഫോർച്യൂൺ മാൾ നിർമ്മിച്ചു നൽകുകയുണ്ടായി. അത് നിർമ്മിച്ചു നൽകിയ വകയിലും അതിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ ഷെയർ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടെ 8.5 കോടി രൂപയാണ് ഈ ദേവ ബിൽഡേഴ്സിന്റെ ഉടമകളായിട്ടുള്ള ഈ ദമ്പതിമാർക്ക് ഐസക് വർഗീസ് നൽകാനുള്ളത്. ഞങ്ങളുടെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തും ഗോൾഡ് വെച്ചും ഒക്കെ എടുത്ത പൈസയിൽ 80% അയാളുടെ മാള് പണിതിട്ടുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി പറയും അത് ഞങ്ങളുടെ പൈസ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് തരാതിരിക്കാനുള്ള ശ്രമത്തിൽ അങ്ങേരും ഒറ്റയാൾ പോരാട്ടമായിട്ട് എൻ്റെ ഭർത്താവും കൂടെ ഞാൻ നല്ല സഹകരണവും സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര മെന്റൽ ടോർച്ചർ വന്നിട്ടുണ്ട്. ഇയാൾ ഷെയർ പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് പൈസ എല്ലാവർക്കും കൈക്കൂലിയായിട്ടും പല രീതിയിലും പത്രമാധ്യമങ്ങൾക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഒരു ജീവിതം അങ്ങ് നശിച്ചു, ഒരു കുടുംബത്തിന്റെ ജീവിതം അങ്ങ് നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഞാനും ഭാര്യ എൻ്റെ 2 മക്കളും ഈ ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു പോളിസിയാണ്. കാരണം ഇത്രയും പൈസ അയാൾക്ക് ലാഭകരമാണ്. പിന്നെ എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഈ അതിക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ അയാൾ വളരെയധികം സ്വാധീനിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ടും ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു എഞ്ചിനീയറായിട്ടും കോൺട്രാക്റ്റായിട്ടും വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഐസക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആരും പരിശോധിക്കുന്നില്ല. ഐസക്കിൻ്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളും ഒരുപാട് കേസുകളും കോടതികളിൽ നിലവിലുണ്ട്. നമസ്കാരം. പണമുണ്ടെങ്കിൽ എന്തുമാവാം എന്നുള്ള ഒരു മുതലാളിയുടെ വാശിക്ക് പുറത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമകൾ വീട് ഉൾപ്പെടെ ജപ്തിയിലേക്ക് പോകുന്ന ആത്മഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പാലക്കാടുള്ള ദേവ ബിൽഡേഴ്സ് 2017 മുതൽ പാലക്കാട് കഞ്ചിക്കോട് ഐസക് വർഗീസ് എന്ന് പറയുന്ന ഒരു മുതലാളിക്ക് വേണ്ടി ഫോർച്യൂൺ മാൾ എന്നുള്ള ഒരു സംരംഭം നിർമ്മിച്ചു നൽകുകയുണ്ടായി. അത് നിർമ്മിച്ചു നൽകിയ വകയിലും അതിൽ നിന്ന് ലാഭം അല്ലെങ്കിൽ ഷെയർ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടും ഉൾപ്പെടെ 8.5 കോടി രൂപയാണ് ഈ ദേവ ബിൽഡേഴ്സിന്റെ ഉടമകളായിട്ടുള്ള ഈ ദമ്പതിമാർക്ക് ഈ ഐസക് വർഗീസ് നൽകാനുള്ളത്. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ദേവ ബിൽഡേഴ്സിന്റെ ഉടമയായിട്ടുള്ള കേശവദേവും അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത ദേവിയുമാണ് ഇപ്പം ചേരുന്നത്. കേശവട്ട, നിങ്ങൾ വളരെയധികം വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെന്നറിയാം. ഞാനിപ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞതിൻ്റെ അപ്പുറത്തായിട്ട് 2017 ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കുന്നത്, നിങ്ങൾ എഗ്രിമെൻ്റ് ആകുന്നു. 1450 രൂപ സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ചെയ്തു കൊടുക്കാവുന്ന നിലയിലേക്ക് പോകുന്നു. നിങ്ങൾ അതിൻ്റെ ഒരു അഡ്വാൻസ് പോലും വാങ്ങാതെ അവരുമായിട്ടുള്ള ട്രസ്റ്റിൻ്റെ പുറത്ത് നിങ്ങൾ ഇതിൻ്റെ ഒരു സംരംഭത്തിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ആ സംഭവം. 2017 ശ്രീ ഐസക് വർഗീസ് എബൽബീസ ഗാർമെന്റ്സ് മാനുഫാക്ചർ ലിമിറ്റഡിൻ്റെ ചെയർമാനായ അദ്ദേഹം ആയിട്ടൊരു വർക്ക് കോൺട്രാക്റ്റ് ഞാൻ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻസും അപ്രൂവൽസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തത് എൻ്റെ കമ്പനിയാണ്. വർക്ക് ചെയ്യുന്ന എഗ്രിമെൻ്റ് വെച്ച ടൈം മുതൽ അദ്ദേഹം എനിക്ക് ഒരു ചെക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഒരിക്കലും എനിക്ക് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നില്ല. കാരണം ഈ പല ഡയറക്ടേഴ്സിൽ നിന്നും വാങ്ങിച്ചിട്ട് ഒരു ഫണ്ട് സ്വരൂപിച്ചതിന് ശേഷം ഒന്നിച്ച് തരാമെന്നുള്ള ഗ്യാരണ്ടിയിലാണ് വർക്ക് തുടങ്ങിയത്. വർക്ക് തുടങ്ങി ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ വർക്ക് കോളം ഫൂട്ടിങ്സ് അങ്ങനെയുള്ള സ്ട്രക്ചർ വർക്കിൽ കയറി വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ 85,000 സ്ക്വയർ ഫീറ്റ് വർക്ക് ചെയ്യുന്നത് കഴിയാറാകുമ്പോൾ ഏകദേശം 80% വർക്കുകൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 5,05,00,000 രൂപയാണ്. അതിന് എനിക്ക് അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്ത് തന്നിരിക്കുന്നത്. പല ഗഡുക്കളായിട്ടാണ് പേയ്മെൻറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയിൽ കുറേ ഡയറക്ടേഴ്സ് വരികയും കുറേ മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരികയും ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും 2017 തുടങ്ങിയ ഒരു സംരംഭം, ഒരു വർക്ക് 2018-19 മെറ്റീരിയൽസിൻ്റെ വർധനവ് മൂലം, ലേബറിലുള്ള വർധനവ് മൂലമൊക്കെ നമുക്ക് റേറ്റ് റിവൈസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് രണ്ടാമത് റിവൈസ് ചെയ്തിട്ട് 1,600 സ്ക്വയർ ഫീറ്റിലേക്ക്, ഒരു സ്ക്വയർ ഫീറ്റിന് 1,600 രൂപ എന്നുള്ള രീതിയിലേക്ക് എത്തിച്ച് ഒരു എഗ്രിമെൻ്റ് എഴുതി. ആ എഗ്രിമെൻ്റ് എഴുതി വർക്ക് തുടങ്ങി. വർക്ക് നല്ല രീതിയിൽ വളരെ ഫാസ്റ്റ് 24/7 എന്നുള്ള നിലയ്ക്ക് 100-100ഓളം ലേബേഴ്സിനെയും അതിനുള്ള സൂപ്പർവൈസേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും ഫോർമാൻമാരെയും വെച്ചിട്ട് ഡേ ആൻഡ് നൈറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു
ദിവസം തന്നെ ലക്ഷങ്ങളിൽ തന്നെ നമുക്ക് ലേബർ ഇനത്തിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വർക്ക് അത്രയും ഫാസ്റ്റായിട്ടാണ് വർക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡെയിലി ഈ പേയ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേജ് ബൈ കിട്ടേണ്ട പേയ്മെൻറ്റ് വളരെ ഡിലേ ആവുകയും വർക്ക് കുറേശ്ശെ ലാഗാവാനുള്ളൊരു സാഹചര്യം വന്നു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ പേയ്മെൻറ്റ് കിട്ടാത്തപ്പോൾ ബുദ്ധിമുട്ട്, നമുക്ക് മെറ്റീരിയൽസിൻ്റെ പ്രശ്നങ്ങൾ വരും, ലേബർ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐസക് വർഗീസ് എനിക്ക് പലപ്പോഴായിട്ട് പല ചെക്കുകൾ തന്നിട്ടുണ്ട്, എമൗണ്ടുകൾ, ഗഡുക്കളായിട്ട് എമൗണ്ടുകൾ. പക്ഷെ പലതും ചിലതൊക്കെ ക്യാഷ് ആവാറുണ്ട്, ചിലത് ക്യാഷ് ആവാറില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഈ കോവിഡ് വരികയും കുറച്ചു കാലം വർക്ക് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നു. പിന്നെ 2021 ഈ വർക്ക് ഞങ്ങൾ ഏകദേശം ഒരു 80% പൂർത്തീകരിച്ച് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഏകദേശം ഔട്ട്സ്റ്റാൻഡിങ്ങിലായിട്ട് ഏകദേശം ഒരു 7.25 കോടി രൂപയോളം എനിക്ക് ലഭിക്കാനുണ്ട്. ഒരു 4 കോടി ആകുമ്പം തന്നെ ഞാനിത് ഏകദേശം അവർക്ക് ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐസക് വർഗീസിനോടും അവരുടെ കമ്പനി ഡയറക്ടേഴ്സിനോടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളൊരു പിന്നെ ഈ ഒരു എഗ്രിമെൻറ്റ്, ഒരു പ്രൊമിസറി നോട്ടും ബാക്കികൾക്കെല്ലാം ഒരു ഗ്യാരണ്ടി എനിക്ക് എഴുതി തരാം, നിങ്ങളൊരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും ഫണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ഈ വർക്ക് എനിക്ക് തീർത്ത് തരണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ 1.25 കോടി രൂപ ഞാൻ ഷെയർ ഇനത്തിൽ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഒരു ഭാഗമായി നിൽക്കുന്ന എൻ്റെയും കൂടി ഒരു ബാധ്യത പോലെ, അല്ലെങ്കിൽ ഒരു പിന്നെ അതിലൊരു ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഞാനും കൂടി അതിൽ താല്പര്യം കാണിച്ചു. അങ്ങനെ പിന്നെ ബാങ്കിൽ നിന്ന് ഓടിയെടുത്തിട്ടാണ് ഈ വർക്ക് ഞാൻ കനറ ബാങ്ക് കോങ്ങാട് നിന്ന് ഓടിയെടുത്തിട്ടാണ് ഈ വർക്ക് തീർത്തത്. അത് പുറമെ മറ്റേ കേരള ബാങ്കിൽ നിന്ന് ഓടിയെടുത്തു. പിന്നെ എൻ്റെ വീട്ടിലുള്ള സ്വർണം, ഭാര്യയുടെയും കുട്ടികളുടെയും മക്കളുടെയും സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ച് പണയം വെച്ചു. പിന്നെ മെറ്റീരിയൽസ്, സ്റ്റീലും സിമെൻറ്റൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഈ പണിത് തീർത്തു കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടികൾ എനിക്ക് കടബാധ്യതകളായി. അപ്പോൾ ഈ പേയ്മെൻറ്റ് കിട്ടാത്ത സമയത്ത് ഞാൻ 2021 ഫെബ്രുവരിയോട് കൂടിയിട്ട് ഏകദേശം ഈ പേയ്മെൻറ്റ് എനിക്ക് നിർബന്ധമായിട്ട് വേണമെന്നാൽ മാത്രമേ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് കാര്യങ്ങൾ ഇവരുടെ ഡയറക്ടർ ബോർഡിലും ഐസക്കിനോടും സംസാരിച്ചു. അറിയിച്ചു. എല്ലാവരും രേഖാമൂലം അറിയിച്ചു, മെയിൽ മുഖാന്തരം അയച്ചു, നേരിട്ട് സംസാരിച്ചു, എല്ലാ രീതിയിലും കാര്യങ്ങൾ നടന്നു. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവർക്ക് ഫണ്ട് വരാനുണ്ട്, ഫണ്ട് വന്ന പേയ്മെൻറ്റ് തരാം എന്നുള്ള കണ്ടീഷനിലേക്ക് പോയപ്പോൾ ഏകദേശം എൻ്റെ ബില്ല് എമൗണ്ട് 7.25 കോടി ആകുമ്പോൾ എനിക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു 50% എങ്കിലും പേയ്മെൻറ്റ് തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ ശടിച്ചു നിന്നു. കാരണം അത്രയും എനിക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കടബാധ്യതകളുടെ തീർക്കണം, എന്നാലും എനിക്ക് മെറ്റീരിയൽസ് കിട്ടുള്ളൂ, എന്നാലേ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇയാൾ ഒരു പ്രൊമിസറി നോട്ടും ഒരു എഗ്രിമെൻറ്റും അഡീഷണൽ ഉണ്ടാക്കി തരികയും ഈ റൈറ്റ് എനിക്കൊന്ന് എൻഹാൻസ് ചെയ്തു തന്നു. 1600 എന്നുള്ളത് 1750 ഒരു സപ്ലിമെൻ്ററി എഗ്രിമെൻ്റ് എഴുതി പുതുക്കി. അപ്പോൾ ആ രീതിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഇയാളുടെ പേയ്മെൻറ്റ് ഭാഗത്തു നിന്ന് വളരെ കുറവാണ്. ഒരു 5 ലക്ഷം 10 ലക്ഷം ചെറിയ പേയ്മെൻറ്റുകൾ വരുന്നുണ്ട്. അത് നമുക്ക് സഫീഷ്യൻ്റ് അല്ല. കാരണം ഇത്രയും വലിയൊരു വർക്ക് നമുക്ക് നടക്കുന്ന സമയത്ത് മെറ്റീരിയൽസ്, ഒരുപാട് സിമെൻറ്റ് വേണം, ഒരുപാട് മണൽ വേണം, ഒരുപാട് ലേബർ ഫോഴ്സ് ഉണ്ട്, അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. സൈറ്റ് സൂപ്പർവൈസേഴ്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊജക്ട് എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് സാലറി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി പേയ്മെൻറ്റ് തന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വർക്ക് നിർത്തിവെച്ച സമയത്ത് സ്വാഭാവികമായിട്ട് ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേയ്മെൻറ്റ് തരാതെ ഇയാൾ എനിക്കെതിരെ ഒരു പിന്നെ ഞാൻ അറിയാതെ ഞാൻ എന്തെങ്കിലും കേസിനോ മറ്റോ ഇതിനോ പോകുമെന്ന് മുൻകൂട്ടിയുള്ള എനിക്കെതിരെ ഒരു കവേറ്റ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത് ഐസക് വർഗീസ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾ കമ്പനിയുടെ നോംസ് അനുസരിച്ചുള്ള നോട്ടീസ് അയച്ചു. നോട്ടീസിന് മറുപടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോയർ നോട്ടീസ് അയച്ചു. അതിന് കൃത്യമായ മറുപടി എന്നില്ല. കേസ് ഫയൽ ചെയ്തു. കോടതി കമ്മീഷനെ വെച്ചു, എക്സ്പേർട്ട് വാല്യുവർ വെച്ചു, വാല്യുവേഷൻ കഴിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് ഇത്ര കോടി രൂപ ബില്ല് കൊടുത്ത പ്രകാരമുള്ള ഇത്ര കോടി രൂപ തരാനുണ്ട് എന്നുള്ള രീതിയിൽ വാല്യുവേഷൻ നടന്നു. കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എടുത്ത ഈ മെഷർമെൻറ്റും കാര്യങ്ങളുടെ ഡീറ്റെയിൽസും ഈ വാല്യൂവറേയും അഡ്വക്കേറ്റ് കമ്മീഷൻ മുഖാന്തരയും ഒരു കോപ്പി ഞാനും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അയാളുടെ സൈറ്റ് എഞ്ചിനീയർ അടക്കം ഒപ്പിട്ടിട്ടുള്ള. അപ്പോൾ അതിൽ പറഞ്ഞാൽ അയാൾ വമ്പൻ തിരിമുറി നടത്തി. കാരണം അയാൾ ഈ എക്സ്പേർട്ട് വാല്യൂവറെ സ്വാധീനിച്ചു, സാമ്പത്തികമായി സ്വാധീനിച്ചിട്ട് ആ റിപ്പോർട്ടിൽ തിരുത്തലുകൾ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒറിജിനൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അത്? ഒറിജിനൽ ഞങ്ങളുടെ കയ്യിലല്ല. റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് വാല്യൂവർ റിപ്പോർട്ട് നമ്മളെ കാണിക്കുന്നില്ല. വാല്യൂവർ ഡയറക്റ്റ് കമ്മീഷൻ, അതിൻ്റെ ഒരു കമ്മീഷൻ ഉണ്ട്, അഡ്വക്കേറ്റ് കമ്മീഷൻ മുഖാന്തരമാണ് ഇത് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് കോടതിയിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കോപ്പി കിട്ടുക. അപ്പോഴാണ് നമ്മളിത് സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് ഈ പിന്നെ റിപ്പോർട്ടിൽ പിന്നെ ഒരു മാൽ പ്രാക്ടീസ് നടന്നതായി മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഐസക്ക് സ്വാധീനിച്ചാൽ അന്നത്തെ ഒരു ഓഡിയോ പിന്നെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് SP പരാതി കൊടുത്തിരുന്നു. ഈ കേസിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ആ ഓഡിയോ ക്ലിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
കാരണം അയാളെ സ്വാധീനിച്ചു, സാമ്പത്തികമായിട്ട് അയാൾക്ക് പിന്നെ ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ തിരിമറികൾ നടത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അത് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ OS 8/2021 കൊമേഴ്സ്യൽ കോർട്ട് പാലക്കാടാണ് കേസ് നടക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷെയർ തന്നതിന്റെ എന്തെങ്കിലും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടോ? ഷെയർ തന്നതിന്റെ ഡാറ്റകളുണ്ട്. ഷെയർ സർട്ടിഫിക്കറ്റ് തന്നില്ല അയാള്. കാരണം എനിക്ക് ഷെയർ തന്ന സമയത്ത് 1 കോടിയുടെ പിന്നെ ഒരു നോട്ടറൈസ്ഡ് ചെയ്തിട്ട് 1000 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എനിക്കൊരു പിന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്ത് തരുന്നത്. 1 കോടി രൂപയുടെ ഷെയർ, അതൊരു കോപ്പിയാണിത്. അതുപോലെ തന്നെ 25 ലക്ഷം രൂപ കൊടുത്തതിന് നിങ്ങളുടെ ഡയറക്ടർഷിപ്പിലേക്ക് എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട്, വെൽക്കം ചെയ്തുകൊണ്ട് 25 രൂപ കിട്ടിബോധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള എബൽബീസ ഗാർമെന്റ്സ് മാനുഫാക്ചേഴ്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ഐസക് വർഗീസ് ഒപ്പിട്ട ഒരു റെസീറ്റും അതെനിക്ക് തന്നു. കൂടാതെ അയാൾ എനിക്ക് ഇതിലേക്ക് നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ നിങ്ങളൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഈ കമ്പനി അപ്പോയിൻമെന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ വേറെയും തരികയുണ്ടായി. പക്ഷേ ഇതൊക്കെ തരികയുണ്ടായെങ്കിലും അതുപോലെ തന്നെ ഈ ബ്രോഷറുകളിലും, എല്ലാ ബ്രോഷറുകളിലും, ലീഫ്ലെറ്റുകളിലും, മാഗസിനുകളിലും, പരസ്യങ്ങളിലൊക്കെ എൻ്റെ ഫോട്ടോയും എൻ്റെ പ്രൊഫൈലും വെച്ചിട്ട് ഇയാൾ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് വിദേശങ്ങളിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ പോയിട്ട് ഇതേപോലെ എൻ്റെത് മാത്രമല്ല പല ആൾക്കാരും വെച്ച് കൊടുക്കുക. ഈ ടോട്ടലി ഈ ഒരു പ്രൊജക്ടിന് എത്ര രൂപയാണ് ചെലവ് അന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? അന്ന് നമ്മൾ ടോട്ടൽ ഈ പ്രൊജക്ടിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തത് ടോട്ടൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അടക്കം, കൺസ്ട്രക്ഷൻ കോസ്റ്റ് മാത്രം 17.5 കോടിയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 17.5 കോടി കാൽക്കുലേറ്റ് ചെയ്ത് ലാൻഡിന്റെ കോസ്റ്റ് വേറെയും വരും. അത് അവരുടെ ദാറ്റ്സ് ഡിപ്പെൻസ്, അവരുടെ എങ്ങനെയാണ് ലാൻഡ് കോസ്റ്റ് എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇതിനു വേണ്ടി അയാള് ഈ പറയുന്ന ഐസക് വർഗീസ് എത്ര കോടി രൂപ പിടിച്ചെടുത്തായിട്ടാണോ നിങ്ങൾക്കുള്ള അറിവ്? അയാൾ ഒരു ഏകദേശം ഒരു കേരളത്തിന്റെ അങ്ങോളമുള്ള ജനങ്ങളിൽ നിന്ന്, അതായത് ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളിൽ നിന്ന് പറയാം. കാരണം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി അവരുടെ സമ്പാദ്യം അയാൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് ഇത് ഉപകാരപ്പെടും, അത് നിങ്ങൾക്ക് ജോലി ലഭിക്കും, നിങ്ങൾക്ക് അതിനോട് ഒരുപാട് ഗുണമുണ്ടാകും, ഞങ്ങൾ ഇത്ര ശതമാനം പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിനുള്ള ബ്രോഷറും ലീഫ്ലെറ്റുകളും പരസ്യങ്ങളും കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ, അതായത് 128ഓളം ആളുകളിൽ നിന്ന് ഇയാൾ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തായിരുന്നു. ഏകദേശം ഒരു 100 കോടി രൂപയെങ്കിലും ഐസക് വർഗീസ് അവരുടെ നിന്നൊക്കെ പിരിച്ചെടുത്ത് ഷെയർ ഇനത്തിൽ പിരിച്ചെടുത്തിട്ട് തട്ടിപ്പ് നടത്തിയിട്ടാണ് അറിവ്. ഇപ്പോഴും അയാൾ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇപ്പം 2017 തുടങ്ങിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 2023 80% കൺസ്ട്രക്ഷൻ ചെയ്ത ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ആ ബിൽഡിംഗ് നിൽക്കുന്നത്. അതിനുശേഷം അതിൽ കാര്യമായിട്ടൊന്നും ഈ ഐസക് വർഗീസ് അതിൽ യാതൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. നമ്മൾ ഇറക്കിയ, അതായത് എൻ്റെ ഇനീഷ്യൽ ആക്ച്വലി ഞാൻ ഇറക്കിയ പൈസയാണ് അതിൻ്റെ ആ സ്ട്രക്ചറിൽ പൊന്താനുള്ള കാരണം. ആ ബിൽഡിംഗ് അങ്ങനെയാണ്. ഇത് കാണിച്ചുകൊണ്ട് അയാൾ ചെയ്തിരിക്കുന്നത് പിന്നെ ജനങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് പരസ്യം കൊടുക്കുകയും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ലീഫ്ലെറ്റുകൾ ഉണ്ടാക്കിയും പത്രങ്ങളിൽ പരസ്യം കൊടുത്തിട്ട്, പെയ്ഡ് പരസ്യങ്ങൾ കൊടുത്തിട്ട് ഇയാൾ ഇപ്പോഴും ഇതിൻ്റെ പേരിൽ പൈസ പിരിച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എനിക്ക് തരാനുള്ള ഈ 8.5 കോടി ഞാൻ പലപ്പോഴായിട്ട് ഇയാളോട് ചോദിച്ചെങ്കിലും അയാൾ തരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേസ് കൊടുത്തെങ്കിൽ പോലും ഇയാളിൽ നിന്നും ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പുറമേ നിന്നുള്ള സമ്മർദ്ദം നിലയ്ക്ക് രാഷ്ട്രീയ നേതാക്കന്മാരും ഇടനിലക്കാരോട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റ് സംസാരിച്ചിരുന്നു. പലപ്പോഴും ഇയാൾ തീയതികളും ഓരോ തീയതികൾ പറഞ്ഞുകൊണ്ട് നീട്ടിപ്പോവുകയല്ലാണ്ട് ഉന്നത തലത്തിൽ രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ പോലും ഇയാൾ സ്കിപ്പ് ചെയ്ത് പോവുകയുണ്ടായത്. അപ്പോൾ യാതൊരു രീതിയിൽ എനിക്ക് പൈസ. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ കമ്പനീൻ്റെ ഡയറക്ടറും കൂടിയാണ് ചേച്ചി. ഈ വിഷയത്തിനകത്ത് ഇത്രയും കോടി രൂപ നമ്മൾ സമാഹരിച്ച് ഈ കമ്പി മേടിച്ചവർക്കും സിമെന്റ് മേടിച്ചവർക്കും മറ്റ് സാധനങ്ങൾ മേടിച്ചവർക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഇത് നിങ്ങളുടെ വീട് ഉൾപ്പെടെ പണയം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം വലിയൊരു ജപ്തി നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ എന്താണ്? സാമ്പത്തിക അവസ്ഥ വളരെ ക്ലേശകരമാണ്. മക്കളുടെ ഫീസ് അടക്കം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഒരു അവസ്ഥ ഉള്ളത്. ഇപ്പോൾ ചെറിയ മോള് ഇപ്പം ഇവിടെ കൊച്ചിയിൽ തന്നെ BCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ആൾ ബാംഗ്ലൂർ ഡിഗ്രി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ചെറിയ ആളുടെ ഫീസ് അടച്ചു എന്നുണ്ടെങ്കിലും മറ്റേ ലാൻഡ് ഒരു സെയിലായ സമയത്ത് ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി സെയിലാക്കിയതാണ്. ആ സമയത്ത് കുറച്ച് ഫീസ് അടയ്ക്കാൻ പറ്റി. കയ്യിലുള്ള തീർന്നപ്പോൾ വലിയ ആളുടെ അടയ്ക്കേണ്ട സമയമായി. ആ സമയമായ സമയത്ത് 5 പൈസ ഇല്ലാണ്ട് എങ്ങനെ അടയ്ക്കുന്നുള്ള ഒരു
ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ എൻ്റെ ബ്രദേഴ്സിൻ്റെ നിന്നും ഒക്കെ കിട്ടാവുന്ന ഭാഗത്തു നിന്നൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകൾ വാങ്ങിയിട്ടാണ് അവളുടെ ഈ ലാസ്റ്റ് ഇയറിലെ 5th സെമ്മിൻ്റെ പൈസ അടയ്ക്കാൻ പറ്റിയത്. ഭയങ്കര നിത്യചെലവുകൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഓരോരുത്തരും സ്റ്റാഫിന് സാലറി കൊടുക്കണം ഇപ്പം നിലവിലുള്ളത്, അങ്ങനെ എല്ലാ ചെലവുകളും ഉണ്ട്. അതായത് നിങ്ങൾ ഫുള്ള് നിങ്ങളുടെ ഒരു അധ്വാനിച്ച പൈസ ഇറക്കി ഈ ഫോർച്യൂൺ മാളിൻ്റെ ബേസ് കെട്ടിപ്പൊക്കി അതിനുശേഷം നിങ്ങളിപ്പം അതിന് വേണ്ടിയിട്ട് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ കാല് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരെ കേസിലും പെടുത്തുന്നു നിരന്തരമായിട്ട്. നിങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ സ്റ്റാഫുകളെ ഉൾപ്പെടെ ഉള്ളവരെ മാനസികമായി തളർത്താൻ നോക്കുന്നു. കുടുംബത്തെ അനാവശ്യമായിട്ടുള്ള പരാതികൾ, വ്യാജ പരാതികൾ ഉന്നയിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം യഥാർത്ഥത്തിൽ ജപ്തി നടപടി എന്തായി? ഇപ്പൊ ARM ബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഫിസിക്കൽ പൊസഷനുള്ള പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ബ്രാഞ്ചാണ് അതിപ്പോൾ മാനേജ് ചെയ്യുന്നത്. അവരിപ്പം ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊരു വാക്കിൽ എല്ലാം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അതായത് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ കടബാധ്യത. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്തും ഗോൾഡ് വെച്ചും ഒക്കെ എടുത്ത പൈസയിൽ 80% അയാളുടെ മാള് പണിതിട്ടുണ്ടെങ്കിൽ വളരെ അഭിമാനത്തോടുകൂടി പറയും അത് ഞങ്ങളുടെ പൈസ ഒന്നുകൊണ്ട് മാത്രമാണ്. അത് തരാതിരിക്കാനുള്ള ശ്രമത്തിൽ അങ്ങേരും ഒറ്റയാൾ പോരാട്ടമായിട്ട് എൻ്റെ ഭർത്താവും കൂടെ ഞാൻ നല്ല സഹകരണവും സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര മെന്റൽ ടോർച്ചർ വന്നിട്ടുണ്ട്. ഇയാൾ ഷെയർ പിരിച്ചെടുക്കുന്ന പൈസ കൊണ്ട് പൈസ എല്ലാവർക്കും കൈക്കൂലിയായിട്ടും പല രീതിയിലും പത്രമാധ്യമങ്ങൾക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സ്നേഹബന്ധത്തിലൂടെയാണ് നേടാൻ നോക്കുന്നത്. അതുപോലെ ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അങ്ങനെ സ്നേഹബന്ധത്തിന്റെ പുറത്ത് ഒരുപാട് പേര് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇപ്പൊ പൈസ ഇല്ല എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് വേറെ ഒന്നും മുന്നിട്ടിറങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. കുട്ടികളും ഞങ്ങളെല്ലാം വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്നാ തീരെ അമ്മയെന്നാണ് മക്കൾ ഡെയിലി ചോദിക്കുന്നത്. കാരണം ഇപ്പൊ ഒക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കേണ്ട ഒരു ടൈമാണ്. കുട്ടികൾ ഒതുങ്ങി ജീവിക്കുകയാണ്. അത്ര ഒതുങ്ങിയിട്ടാണ് എൻ്റെ മക്കൾ ജീവിക്കുന്നത്. ഇപ്പോൾ എന്തായാലും കേശവട്ടെ, ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനമായിട്ടുള്ളത് ഇവർ നിങ്ങളെ നിരന്തരമായിട്ട് കേസുകളിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ട് ഇഷ്ടംപോലെ പരാതികൾ കൊടുക്കുന്നു. അതേസമയത്ത് ഈ പറയുന്ന ഈ ഷെയർ നിങ്ങൾക്ക് തന്നു എന്ന് പറയപ്പെടുന്ന ഇതിനെ നിങ്ങൾ ചീറ്റിങ്ങിന് പരാതി കൊടുത്തിട്ട് പോലീസ് പരാതി സ്വീകരിക്കുന്നുമില്ല, അതിനകത്ത് FIR ഇടുന്നുമില്ല. എന്താണ് പോലീസിനോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത്? ഈ ഐസക് വർഗീസ് തന്ന ഡോക്യുമെന്റ്സ് പ്രകാരം മുഖ്യമന്ത്രിക്കടക്കം പോലീസ് സൂപ്രണ്ടിനടക്കം അതായത് പാലക്കാട് കസബ സ്റ്റേഷനിൽ, പാലക്കാട് നോർത്ത് സ്റ്റേഷനിൽ സ്ഥലങ്ങളിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. കാരണം എൻ്റെ ഈ ഒരു ഷെയർ ഇനത്തിൽ കൊടുത്ത 1 കോടി രൂപയും ഡയറക്ടർഷിപ്പിലേക്ക് വേണമെന്ന് പറഞ്ഞു 25 ലക്ഷം 1.25 കോടി രൂപ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പരാതി കൊടുത്തിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അധികാരിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ചീറ്റിങ്ങിന് ഈസിയായിട്ട് പരാതി എടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പോലീസുകാർ രാത്രിയിലേക്ക് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് വളരെ നിസ്സാരമായി തള്ളിക്കളയാണ്. കാരണം അത് ഒരുപാട് സ്വാധീനം ഐസക് വർഗീസ് അതിൽ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഇയാൾ ഒരു നല്ല സമയത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ അനുജന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് 11 ലക്ഷം രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ചിരുന്നു. അന്ന് ഗൾഫിലൊക്കെ ഇയാൾക്ക് നല്ല സ്വാധീനമുണ്ട്, വിസ തരാൻ, നല്ല ജോലി സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് മൊത്തം 20 ലക്ഷം രൂപയെ ചോദിച്ച് അന്ന് 11 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അത് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. ആ പൈസയ്ക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ 420 ചാർജ് ചെയ്തിട്ടുണ്ട്. കോങ്ങാട് പോലീസ് സ്റ്റേഷൻ നിന്ന് 420 ചാർജ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇയാൾ ഈ റെഡിമെയ്ഡ് വിഭാഗത്തിൻ്റെ ഒരു കേരള ഡിസ്ട്രിബ്യൂഷൻ തരാം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരള ഡിസ്ട്രിബ്യൂഷൻ തരാമെന്നും അതിന് സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പൈസ വാങ്ങിച്ചത്. 10 ലക്ഷം രൂപ കൊടുത്തു അഡ്വാൻസ് ആയിട്ട്. ആ പൈസ അയാൾ തിരിച്ചു തരുന്നില്ല. അത് മാത്രമല്ല, കേരള ഡിസ്ട്രിബ്യൂഷൻ പോയിട്ട് ഒരു ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ട് തന്നില്ല. ആ പൈസയ്ക്ക് ചീറ്റിംഗ് കേസിന് 405 420 കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ 2 പരാതികൾ ഞാൻ കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ SP കൊടുത്തെങ്കിലും അവർ പരാതിയിൽ നടപടി എടുക്കാത്ത കൊണ്ട് ഞാൻ കോടതിയിൽ പോയിട്ട് എൻഡോസ് ചെയ്തിട്ട് ഓർഡർ എടുത്തിട്ടാണ് ഇവർക്കെതിരെ പരാതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അത്രയ്ക്കും ഇയാൾ രാഷ്ട്രീയ സ്വാധീനവും മറ്റും ഉപയോഗിച്ചിട്ട് എനിക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒരുപാട് വ്യാജ പരാതികൾ മുഖ്യമന്ത്രിക്ക് അയക്കുന്നു. കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും മരിച്ചപ്പോൾ അതിൻ്റെ പിറകിൽ പോലും ഞാനാണ് പ്രവർത്തിച്ചത്. ഞാൻ സെപ്പറേറ്റ് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ച വ്യത്യസ്ത വർഷങ്ങളില്ല, സുഖമില്ല. അച്ഛൻ 90 വയസ്സ് കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്.
അമ്മ മരിക്കുന്നത് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടാണ് മരിക്കുന്നത്. അനിയനാണ് ചില അസുഖമായി വന്നതായിട്ട് കുറേ കാലം ട്രീറ്റ്മെൻറ്റിലായിരുന്നു, അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുടെ പിറകിൽ ഞാനാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് പരാതി അയക്കുകയും പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എനിക്ക് അന്വേഷണം വരികയും കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം വരികയുണ്ടായി. അതിൻ്റെ കോപ്പികൾ എടുത്തിട്ട് ഞാൻ അയാൾക്കെതിരെ വ്യാജ പരാതിക്കും മാനനഷ്ടത്തിനും ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ഇയാൾ എനിക്കെതിരെ സോഷ്യൽ മീഡിയകളിലും മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് എൻ്റെ പ്രൊഫഷനെ നശിപ്പിക്കുവാൻ, എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഉണ്ടാവാത്ത രീതിയിൽ എനിക്ക് കിട്ടുന്ന വർക്കുകൾ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ എവിടെയെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ബിൽഡിംഗ് വർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് അതിൻ്റെ ക്ലയൻസിനെ കണ്ടിട്ട് ഇയാൾ എന്നെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കും. ഇയാളല്ലെങ്കിൽ ഇയാളുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫുകളോ മറ്റുള്ള ആൾക്കാരെ വിട്ടിട്ട് എനിക്കെതിരെ ഈ വർക്ക് ഫീൽഡിൽ, എൻ്റെ ബിസിനസ് ഫീൽഡിൽ ഒരു ഗൂഢാലോചന നടത്തി എനിക്കെതിരെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ടായത്. അതെന്നെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് എനിക്കൊരു സാമ്പത്തികമായിട്ട് എനിക്ക് ബാങ്കിൽ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റുന്നത്. ഒന്നാമത് ഇയാൾ തരാനുള്ള പൈസ കടബാധയായി കിടക്കുകയാണ്. ഇപ്പോഴെൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ആ വീടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം എനിക്ക് ഈ 4 പ്രോപ്പർട്ടിയും ഫ്ലഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ലോൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ ഇപ്പോൾ ഒരു സ്വർണം പോലും വിറ്റിട്ട് കടബാധ്യത തീർക്കാൻ പറ്റാത്ത സാഹചര്യം. അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോയി. കാരണം എൻ്റെയാണ് ശരിക്കും പറഞ്ഞാൽ മാളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവനും. അയാൾക്ക് യാതൊരു രീതിയിലും മുതൽ മുടക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാ പൈസ ചോദിച്ചാൽ തരില്ല. ആ പൈസയ്ക്ക് വേണ്ടി ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്നെ കള്ളക്കേസ് കൊടുക്കുകയാണ്. കാരണം ആ പൈസ ചോദിക്കാൻ വിട്ട തിരിച്ചു തരാൻ വേണ്ടിയിട്ട് കഴിവില്ലാത്ത അവസ്ഥയുണ്ടോ നിലവിൽ? ഇയാൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിൽ നിൽക്കുന്നതാണ്. 2016 ശേഷം ഇയാൾ വളരെ സാമ്പത്തികമായി, അയാൾക്ക് ഒരു 5-6 ബെൻസ് കാറ്, അതുപോലെയുള്ള വലിയ വലിയ കാറുകൾ, ആഡംബര കാറുകളുണ്ട്. സ്വന്തമായി പെട്രോൾ പമ്പ് ഉണ്ട് അയാളുടെ ഭാര്യയുടെ പേരിൽ. പല പ്രദേശങ്ങളിലും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അയാൾ വാങ്ങിച്ചിട്ടുണ്ട്. അയാളുടെ ബിനാമികളുടെ പേരിൽ, മകൻ്റെ പേരിൽ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മലമ്പുഴയിൽ പോലും അയാൾ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ റിസോർട്ടുകളും ഫ്ലാറ്റുകളും പണിയാൻ വേണ്ടിയിട്ട് പദ്ധതികളിട്ട് അയാൾ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോയമ്പത്തൂർ, അങ്ങനെ പല സ്ഥലങ്ങളിലും എല്ലാവരും പറ്റിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ആൾക്കാരിൽ നിന്നും പറ്റിച്ചിട്ട് ഭയങ്കര സാമ്പത്തികമായിട്ട് തടിച്ച് കൊഴുത്ത് വീർത്ത ഒരു മനുഷ്യനാണ് ഈ ഐസക് വർഗീസ്. അപ്പം നമ്മുടെ ഒരു 8.5 കോടി തരാതിരിക്കാൻ വേണ്ടി അയാൾ 1-2 കോടി വാരി വലിച്ചെറിയും. 1-2 മണിക്കൂർ കൊണ്ട് അയാൾക്ക് തരാൻ പറ്റുന്നത് 1-2 മണിക്കൂർ കൊണ്ട് നിസാരമായി തരാൻ പറ്റുന്നൊരു പൈസയുള്ളൂ. അതുപോലും അയാൾ തരാതെയാണ് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുക, ശാരീരികമായിട്ടും നമ്മുടെ ബിസിനസിന് കേടുവരുന്ന രീതിയിൽ ഇതിനകത്ത് എന്നുള്ള ഉദ്ദേശം. 2016 NDA നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ പാലക്കാട്. അപ്പം ആ സ്ഥാനാർത്ഥി ആയതിന്റെ പേരിൽ കൂടി ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് എതിർപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും. കാരണം 2016 ഞാൻ മണ്ണാർക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. ഞാൻ ബേസിക്കലി ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു. അന്ന് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പേരിൽ മണ്ണാർക്കാട് മത്സരിക്കുകയും ചെയ്ത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പകപോക്കൽ കൂടി ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം ഈ എനിക്കെതിരെ ഉണ്ടാകുന്ന കേസുകളുടെ പിറകു വശത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് CPM-ൻ്റെ നേതാക്കന്മാരാണ്. CPM-ൻ്റെ കോങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അങ്ങനെ പല ആൾക്കാർക്കും ഈ എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിട്ടും ആ പോലീസുകാർക്കും CPM നേതാക്കന്മാർക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള നേതാക്കന്മാർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇയാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കെതിരെ ഈ ഒരു രാഷ്ട്രീയ പകപോക്കലും കൂടി ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചേച്ചി, ഇതിനകത്ത് ഈ പൈസ എല്ലാം കൊടുക്കാനുണ്ടാകുന്ന അവസരത്തിൽ പോലും സ്വന്തം വീട്ടുകാരെ പോലും നിങ്ങളാണ് കൊലപ്പെടുത്തിയെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് കാരണം, അല്ലെങ്കിൽ അവർ മരണപ്പെടുന്നതിന് കാരണം ഈ കേശവദേവാണ് എന്ന രീതിയിലുള്ള വ്യാജ പരാതികൾ കൊടുത്ത് വീണ്ടും ദ്രോഹിക്കുകയാണ്. പൈസ തരാനുള്ളത് മാത്രമല്ല, വീണ്ടും വീണ്ടും ദ്രോഹിക്കുകയാണ്. ഇങ്ങനെയാണ് ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നുപോയത്? വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. കാരണം ആ സമയത്ത് എൻ്റെ ഭർത്താവ് ഒരു ലിവർ സിറോസിസ് പേഷ്യന്റും കൂടി ആയിരുന്നു. ദേവേട്ടൻ്റെ ബ്രദർ മരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ 1 മന്ത് ബേബിയിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ആ സമയത്താണ് അനിയൻ ഇവിടെ റെസ്റ്റിലിരിക്കുന്ന സമയത്താണ് അനിയന്റെ മരണം ഉണ്ടായത്. അതിനുശേഷം പുള്ളി ഒന്ന് റിക്കവറായി വന്ന സമയത്താണ് അച്ഛനും പോകുന്നത്. അപ്പൊ അതിനുശേഷം ഇയാൾ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാന്ന് കേട്ടപ്പം ഞങ്ങളാകെ തളർന്നു പോയി. കാരണം പുള്ളിക്കാരെ മാത്രമേ ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളൂ. എനിക്കും എൻ്റെ 2 പെൺമക്കൾക്കും അച്ഛനും മാത്രമേ ബാക്കിയുള്ളൂ. കുട്ടികൾക്ക് ഈ അച്ഛൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇപ്പോഴും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഞാൻ ചിന്തിക്കും. വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ്. എന്തിനാണ് ഇതേപോലെ ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണെന്നാണ് അയാൾ പറയുന്നത്?
അല്ല അയാള് സ്വത്ത് തട്ടിയെടുക്കാനോ അങ്ങനെ? ഞങ്ങള് ദേവേട്ടന്റെ അച്ഛനൊക്കെ ആയിട്ടുള്ള സ്വത്താ, വളരെ ചെറിയൊരു തുച്ഛമായിട്ടുള്ള ഇതുള്ള സ്വത്തേ ഉള്ളൂ ദേവേട്ടന്റെ അച്ഛന്റെ കയ്യില്. അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ 21-ന് ശേഷം ഓരോരുത്തരെയായിട്ട്, അതും ഞങ്ങളെ ഉപമിച്ച് പറഞ്ഞത് ജോളി വധക്കേസൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. ആ ഒരു മെത്തേഡിലാണ് ദേവേട്ടൻ ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. ഞങ്ങള് സാത്വികരായിട്ടുള്ള ബ്രാഹ്മണരാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചെറുജീവിനെ പോലും കൊല്ലേണ്ട ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരല്ല. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ആരോടും പെരുമാറുന്ന തരത്തിലുള്ള ആൾക്കാരും അല്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ 2 കുട്ടികളും. എന്റെ ചെറിയ മോള് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഐസക് വർഗീസ് നമ്മളുടെ പൈസ തന്നു തീർത്തൂടെ? അച്ഛൻ ഇങ്ങനെയൊക്കെ വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുകയല്ലേ, എന്തിനാണ് അമ്മേ നമ്മളെ അയാൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ പെടുത്തിയപ്പോ പോലും 2 മക്കളും ഇതേ ചോദ്യം തുടർന്നുകൊണ്ടിരിക്കുക. അയാൾക്ക് അത് തന്നു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നിയമപരമായിട്ട് ഈ ഒരു എന്താ പറയാ, സിവിൽ കേസ് നിലനിൽക്കുകയാണ്. ഇപ്പൊ അതിൻ്റെ അകത്ത് വിധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എന്ന നിലയിലേക്ക് അയാൾ ഒരു തരത്തിലും അടുക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഷെയറിന്റെ വിഷയത്തിലാണെങ്കിൽ പോലീസ് ഒരു FIR പോലും ഇടുന്നില്ല. എന്ത് ചെയ്യും ഇനി? ഈ ഒരു ജപ്തി നടപടി ഒഴിവാക്കാൻ എന്ത് ചെയ്യും? ആ ഒരു സാഹചര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തകർക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതം അങ്ങ് നശിച്ചു പോയി, ഒരു കുടുംബത്തിൻ്റെ ജീവിതം അങ്ങ് നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഞാനും ഭാര്യ, എൻ്റെ 2 മക്കളും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു പോളിസിയാണത്. കാരണം ഇത്രയും പൈസ അയാൾക്ക് ലാഭകരമാണ്. പിന്നെ എനിക്കെതിരെ ഉണ്ടാക്കുന്ന ഈ അതിക്രമങ്ങളും പ്രശ്നങ്ങളൊക്കെ അയാൾ വളരെയധികം സ്വാധീനിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അയാൾ വന്ന ബാക്ക്ഗ്രൗണ്ടും ഞാൻ വന്ന ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു എഞ്ചിനീയറായിട്ടും കോൺട്രാക്റ്റായിട്ടും വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഐസക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആരും പരിശോധിക്കുന്നില്ല. ഐസക്കിൻ്റെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളും ഒരുപാട് കേസുകളും കോടതികളിൽ നിലവിലുണ്ട്. ഇയാളൊരു എരുമപ്പെട്ടി, തൃശ്ശൂർ എരുമപ്പെട്ടിയിലാണ് ഇയാൾ ജീവിച്ചു വളർന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അടക്കം അയാൾക്കെതിരെ കേസുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാളുടെ ഈ പാലക്കാട് പല കോടതിയിൽ, ഹൈക്കോടതിയിൽ 10-17 കേസുകളോളം നിലവിലുണ്ട്, പലരും കൊടുത്ത് പരാതി പ്രകാരമുള്ളത്. പലരും ഇയാളെ പേടിച്ചിട്ടും ഇയാളെ രാഷ്ട്രീയ സ്വാധീനം, ഇയാളെ സാമ്പത്തിക സ്വാധീനം പേടിച്ചിട്ടാണ് മുന്നോട്ട് വരാത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ഗൾഫിലുള്ള മലയാളികൾ 10 ലക്ഷം മുതൽ 25 ലക്ഷം 1 കോടി വരെ കൊടുത്ത് ആ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി അയാളോട് കെഞ്ചിയതായിട്ട് അയാളെ വീട്ടിൻ്റെ പടിക്കൽ പോയിട്ട് അയാളെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചതായിട്ട് എനിക്ക് അറിവുണ്ട്. ആർക്കും അയാൾ പൈസ കൊടുക്കില്ല, കാരണം ഓരോരോ വഴികൾ പറഞ്ഞ് പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പൈസ അയാൾ തന്നില്ലെങ്കിൽ എനിക്ക് ഈ ലോൺ ഇപ്പോൾ ഏകദേശം 3.25 കോടി, അതിൻ്റെ പലിശയും അടക്കം 4 കോടിയിൽ മേലെ എനിക്ക് അടച്ചു തീർക്കാനുണ്ട്. കൂടാന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 100-400 പവൻ സ്വർണം ഞാൻ മുഴുവൻ പണയം വെച്ചു. അത് എടുക്കാൻ വഴിയാത്ത സമയത്ത് അത് വിറ്റു. എൻ്റെ 2 പെൺകുട്ടികളാണ് എനിക്ക് വളർന്നു വരുന്നത്. അപ്പോൾ ആ സ്വർണം എനിക്ക് തിരിച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നൊരു സാഹചര്യം ഇല്ല. നാട്ടുകാരുടെ അടുത്തുനിന്നും മറ്റ് പരിചയക്കാരുടെ അടുത്തുനിന്നും ബിസിനസ്സുകാരുടെ അടുത്തുനിന്നും സ്റ്റീൽ കടക്കാരൻ്റെ അടുത്തുനിന്നും കമ്പി കടക്കാരുടെ അടുത്തുനിന്നും വാങ്ങിച്ച് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റില്ല. 1.5 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് സെൻറ്ററിങ്, ഷട്ടറിങ്, ലിഫ്റ്റ് കാര്യങ്ങളായിട്ട് പല സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കുറേശ്ശെയായിട്ട് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് റേറ്റിനും സ്ക്രാപ്പ് റേറ്റിനും വിറ്റിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഉപജീവനം നടക്കുന്നത് എന്നുള്ള അവസ്ഥയാണ്. ഈവൺ എൻ്റെ കാറ് പോലും ജപ്തിയിലാണ്. കാരണം ഇതെല്ലാം ഞാൻ എൻ്റെ മൊത്തം അക്കൗണ്ട് NP ആയപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കാറിലും ഒക്കെ ഉള്ള ആ ലോണുകളൊക്കെ അവർ പിന്നെ ഒറ്റ അക്കൗണ്ടിൽ ഒരു ID-യിലായതുകൊണ്ട് ഒക്കെ ലോക്ക് ചെയ്തു. അപ്പോൾ ഏത് സമയത്തും ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞാൻ റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെ, നേതാക്കന്മാരോട് സംസാരിച്ച് എനിക്ക് വേണ്ടി ഒന്ന് ഇടപെടണം, ഒന്ന് സംസാരിക്കണം, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, ഞാൻ നടുറോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, എൻ്റെ കുട്ടികളെയും കൊണ്ട് നടുറോഡിലേക്ക് പോകേണ്ടി വരും, അത്തരം അവസ്ഥയിലേക്കാണ് എൻ്റെ ജീവിതം പോണത് എന്ന് പറഞ്ഞിട്ട് അവരപ്പോഴൊക്കെ ഇയാൾ പ്രവർത്തിച്ചിരിക്കുന്നത് പിന്നെ മറ്റു രാഷ്ട്രീയത്തിലാണെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അപ്പോഴും അവിടെ രാഷ്ട്രീയം കാണുകയാണ്. ഈ പറയുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എൻ്റെ നിന്ന് പലപ്പോഴായിട്ട് ഡൊണേഷൻ വാങ്ങിച്ച ആൾക്കാരാണ്. എത്രയോ ലക്ഷങ്ങളും ആയിരങ്ങളും ഡൊണേഷൻ വാങ്ങിച്ചവരാണ്. അവരൊന്നും എനിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല. ഇപ്പം അയാളുടെ പൈസയ്ക്കും അയാളുടെ സ്വാധീനത്തിനും വഴങ്ങി അയാളുടെ പിന്നിൽ നിന്ന് എന്നെതിരെ കുത്തുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും സംസ്ഥാനത്ത് ഒരു കൺസ്ട്രക്ഷൻ ഒരു ബിൽഡറിന്റെ ഒരു വലിയ
വിഷമകരമായ സങ്കടകരമായിട്ടുള്ള അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഐസക് വർഗീസിനെതിരെ അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി കോങ്ങാട് പോലീസോ അല്ലെങ്കിൽ പാലക്കാട് പോലീസ് ജില്ലാ പോലീസ് മേധാവിയോ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനമെടുക്കണം. പോലീസിൽ എല്ലാവരും ഈ കറപ്റ്റഡ് അല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അങ്ങനെ കറപ്റ്റഡ് അല്ലെങ്കിൽ, അയാളുടെ പണം ഇതുവരെയും വാങ്ങിയിട്ടില്ലെങ്കിൽ ഇതിന് ഉചിതമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം. അല്ലെങ്കിൽ ഒരു 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 കൺസ്ട്രക്ഷൻ കമ്പനിയും അല്ലെങ്കിൽ അവരുടെ കുടുംബവുമാണ് ഇല്ലാതാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിന് അടിയന്തരമായ ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി കറപ്റ്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥരും സർക്കാർ വൃത്തങ്ങളും ചേർന്ന് അടിയന്തരമായ തീരുമാനം എടുക്കണം എന്നുള്ള അപേക്ഷയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.